വാർത്തയിലേക്ക്. മുതലമടയിലെ ജനകീയ വികസന മുന്നണി UDFന് പിന്തുണ നൽകും. നാഷണൽ ജനതാദൾ, ആം ആദ്മി പാർട്ടി, CK ജാനുവിന്റെ രാഷ്ട്രീയ ജനതാ പാർട്ടി തുടങ്ങിയവ ചേർന്നുള്ള ജനകീയ വികസന മുന്നണി പ്രവർത്തകർ UDFിലെ ജില്ലാ സംസ്ഥാന നേതാക്കളുമായുള്ള ചർച്ചയിലാണ് UDFന് പിന്തുണ നൽകുവാൻ തീരുമാനമായത്. 2020 രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയ കൂട്ടായ്മയാണ് ജനകീയ വികസന മുന്നണി. ആദിവാസി സംരക്ഷണ സംഘത്തിന്റെ നേതാവ് മാരിയപ്പൻ മുതലമട, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവി, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന താജുദ്ദീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ജനകീയ വികസന മുന്നണി പ്രവർത്തിച്ചു വന്നത്. തുടർന്നാണ് 2020 പാർട്ടിയുമായി സഹകരിക്കുവാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ തീരുമാനിച്ചത്. 2000-ലധികം വോട്ടുകൾ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഇവർ നേടിയിരുന്നു. 2020 NDA സഖ്യവുമായി യോജിക്കാത്ത അംഗങ്ങളാണ് നിലവിൽ ജനകീയ വികസന മുന്നണിയായി പ്രവർത്തിച്ചു തുടങ്ങിയത്. നെന്മാർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള മുതലമട പഞ്ചായത്തിൽ ആദിവാസികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും കൗണ്ടർ വിഭാഗത്തിന്റെയും വോട്ടുകൾ സമാഹരിച്ച് 7000-ലധികം വോട്ടുകൾ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ജനകീയ വികസന മുന്നണിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുള്ളത്. കൊല്ലങ്കോട്, മുതലമട, എലവഞ്ചേരി പ്രദേശങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ജനകീയ വികസന മുന്നണിയുടെ പ്രസക്തമായ ആവശ്യങ്ങൾ UDF നേതാക്കൾ പരിഗണിക്കാമെന്നുള്ള ഉറപ്പിലാണ് ഇവർ UDFന് പിന്തുണ നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുതലമടിയിൽ ലൈഫ് ഭവന പദ്ധതി അർഹരായവർക്കെല്ലാവർക്കും ഭവന നിർമ്മാണത്തിനായി ഭൂമി വാങ്ങി നൽകൽ, പറമ്പിക്കുളം തേക്കടി ചെമ്മണാമതി വനപാത പൂർത്തീകരണം, പറമ്പിക്കുളം തേക്കടി മേഖലയിൽ വൈദ്യുതി എത്തിക്കൽ, മലയോര മേഖലകളിൽ സൗരവേലി പൂർത്തീകരിക്കൽ, പറമ്പിക്കുളം ആളിയാർ പദ്ധതി വെള്ളം കുടിവെള്ളത്തിനും കാർഷിക മേഖലയ്ക്കും ലഭ്യമാക്കുക, പറമ്പിക്കുളം നിവാസികളുടെ യാത്രാദുരിത പരിഹാരത്തിനായി ചെമ്മണാമ്പതി വഴി പാലക്കാട് KSRTC ബസ് അനുവദിക്കുക, മലയോര കർഷകർക്ക് പട്ടയം അനുവദിക്കുക, പള്ളം ചുള്ളിയാർ ഗായത്രി പുഴപ്പാലം ഉടൻ പണിയാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് UDFുമായി ചർച്ച നടത്തിയത്. ഇവ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നുള്ള ഉറപ്പിലാണ് പിന്തുണയ്ക്കുന്നത്. ജനകീയ വികസന മുന്നണി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കാമ്പ്രത്തുചള്ളിയിൽ പൊതുയോഗം നടത്തിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.